കള്ളക്കളി 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 അടുത്ത മിനി എന്ന് പറയുന്ന വ്യക്തിക്കും റാണി പി സദാശിവനുള്ള വ്യക്തമായിട്ടുള്ള മറുപടി അതിനകത്ത് വരുന്നുണ്ട്. റാണി നമ്മളെ തല്ലിയോ, എത്ര ദിവസം ആശുപത്രിയിൽ കിടന്നു, അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നടുവേന ഉണ്ട്. ലച്ചുകുട്ടിയുടെ കയ്യിൽ വന്ന ഭാഗ്യവാൻ ആരാന്ന് നോക്കി കേട്ടോ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓപ്പൺ ചെയ്യല്ലോ, അച്ഛൻ പറയാം കേട്ടോ. അച്ഛൻ പറയുമ്പോഴേ ഓപ്പൺ ചെയ്യാവുള്ളൂ. ഓക്കെ ആണോ? ഓ കൊച്ചാ ഷേക്കൊക്കെ ചെയ്യുന്ന അറിയാവില്ല. ഓക്കെ, അപ്പൊ ഇതെന്നാന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് ഇപ്പം തന്നെ പറഞ്ഞേക്കാം. കുറെ ദിവസമായിട്ട് ഇത് പെൻഡിങ് ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ഈ പേരെല്ലാം എഴുതിയിടാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ പറ്റിയിരുന്നില്ല, തിരക്കുകളും ഓട്ടങ്ങളും ഒക്കെ ആയിരുന്നുകൊണ്ട്. അപ്പൊ ഇന്നാണത് കംപ്ലീറ്റ് ആയേ. നമുക്കിനി രണ്ടുപേരും ഇവിടെ നമ്മുടെ ആ ഗിഫ്റ്റിന് അർഹരായവരെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. രണ്ടുപേരും ഇവിടെ ഉണ്ട്. അപ്പം ഇന്ന് സെലക്ട് ചെയ്ത് എന്തോ അപ്പൊ ഇന്ന് സെലക്ട് ചെയ്ത എല്ലാവർക്കും ഇന്ന് തന്നെ, ഇനി വൈകിപ്പിക്കത്തില്ല, ഇന്ന് തന്നെ ഗിഫ്റ്റ് നമ്മള് പാക്ക് ചെയ്തായിരിക്കും. ഇവിടെ എത്ര നേരം ഇരിക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ എടുപ്പിച്ചേക്കാം കേട്ടോ. അവൾ തന്നെ എല്ലാം ഷേക്ക് ചെയ്തിട്ടുണ്ട്. എടുത്തോ, ഓർമ്മ അച്ഛനെ എടുത്തോ. ലച്ചുകുട്ടിയുടെ കയ്യിൽ വന്ന ഭാഗ്യവാൻ ആരാന്ന് നോക്കി കേട്ടോ. പറഞ്ഞാലോ, തുറക്കട്ടെ. ശ്വേത ജോൺസൺ 658 കേട്ടോ. ശ്വേത ഉമ്മ എടുത്തിട്ട് ഉമ്മ ലവ് യു പറ. ലവ് യൂടെ പറഞ്ഞിട്ട് ഇതെടുത്തിട്ട് ലവ് യു പറയുവോ? ആ ഓക്കെ, ആ ശരി, എടുത്തോ. ഒരെണ്ണം ഐ ലവ് യു പറ. ആ ഓക്കെ, കൊടുത്തേക്ക്. രണ്ടാമത്തെ ആള് നീതു രഞ്ജിത്ത് എന്നാണ് പേര് കേട്ടോ. ഇനി വാ തരാച്ച, ഇങ്ങോട്ട് വാ, ഒരു ഉമ്മ കൊടുക്കാൻ വാ. അവള് ആ ഒരു മൂഡിലാണെങ്കിൽ അത് തരത്തുള്ളൂ. അവള് വാ ഒരു ഉമ്മ കൊടുക്കുമെന്ന് നോക്കട്ടെ. ലവ് യു പറ. കൊഞ്ഞിന് കുതി എന്നോട് ഐ ലവ് യു ആണോ? എത്ര ഐ ലവ് യു ഉണ്ട്? ഒത്തിരി ഐ ലവ് യു ഉണ്ടോ? എന്റെ ഐ ലവ് യു ഉണ്ട്. ഓ ചെവിക്കാത്ത പേപ്പറുണ്ട്. അപ്പൊ അവര് രണ്ടുപേരോടാണ്. അപ്പൊ നമ്മുടെ ഈ പ്രാവശ്യത്തെ എല്ലാ ഗിഫ്റ്റ് വിന്നേഴ്സും ആയി. അതെ, ബാക്കിയുള്ളവരെല്ലാം അഡ്രസ് ഇട്ട് വന്നിട്ടുണ്ട്. അപ്പം പെൻഡിങ് ആയി പോയി. നമ്മൾ ഇതുകൂടെ ഒന്ന് എടുത്തിട്ട് ഒന്നിച്ച് അയക്കാൻ വേണ്ടിയായിരുന്നു. നമുക്ക് അതാകുമ്പോഴത്തേക്കും ഡെലിവറി ഒന്നിച്ച് നമുക്ക് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇന്ന് പോയിട്ട് എല്ലാവർക്കും ഗിഫ്റ്റ് നമ്മൾ ഈ വീഡിയോയ്ക്ക് ശേഷം തന്നെ നമ്മൾ പോയി മേടിക്കുന്നതായിരിക്കും. അപ്പം ഇവളെ അങ്ങോട്ട് വിട്ടാലോ മോനെ? പോയി ചേച്ചിനെ അടുത്ത് പോയി കളിച്ചു. ബൈ, ആമി ചേച്ചിയുടെ അടുത്തോട്ട് ആക്കിയിട്ടുണ്ട്. ആമി ചേച്ചിയും രാഹുലേട്ട വന്നിട്ടുണ്ട്. അപ്പം രാഹുലേട്ട ഇനി നമ്മുടെ കൂടെ ഉണ്ട്. ഇനിയിപ്പം നമ്മുടെ കൂടെ തന്നെ രാഹുലേട്ട എപ്പോഴും വേണമെന്ന് നമുക്ക് ആഗ്രഹമായിരുന്നു. അതെന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, രാഹുലേട്ട ഇവിടെയാണോ, ഏതാ ചേട്ടാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. രാഹുലേട്ട ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ വിജയങ്ങൾക്കും പിന്നില് പ്രവർത്തിച്ച ഏക കരങ്ങളാണ് അത്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളെ അച്ഛൻ അമ്മയും പോലെ തന്നെ പിടിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ആള് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് നടക്കുന്നുണ്ട്. എല്ലാവരുടെയും കാര്യത്തിനും ഫ്രണ്ടിലുണ്ട്. അതുകൊണ്ട് സ്വയമേ ജീവിക്ക് പോകാൻ വേണ്ടിയിട്ട് മറക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ അങ്ങ് കൂട്ടുവാണ് ചേട്ടായിനെ. എന്താന്ന് ചേട്ടനെ നിങ്ങൾക്ക് തുടക്കത്തിൽ നമ്മുടെ ലവ് സ്റ്റോറി പറഞ്ഞപ്പോഴും എല്ലാ കാര്യങ്ങളിലും രാഹുലേട്ടയുടെ കാര്യങ്ങൾ അന്ന് പറഞ്ഞ എല്ലാവർക്കും ഓർമ്മയുണ്ട് രാഹുലേട്ടയുടെ. പക്ഷെ പുതിയ ആൾക്കാർക്കാർക്കും രാഹുലേട്ട ആരാന്ന് അറിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് രാഹുലേട്ടായി. നമുക്കൊന്നും ഇല്ലായ്മയിൽ, അപ്പം ഞങ്ങൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞങ്ങൾ ആ ഫസ്റ്റ് ഇടുക്കിയിലോട്ട് പോയ ഒരു ടൈമിൽ
ഫസ്റ്റ് ഇടുക്കിലോട്ട് പോയപ്പോൾ നമുക്കൊരു കാർ റെന്റിന് എടുത്തു തന്നത് ചേട്ടയാണ്. അന്ന് നമുക്ക് കാർ റെന്റിന് കൊടുക്കാൻ വേണ്ടി പൈസ ഒന്നും ഇല്ലായിരുന്നു. അന്ന് ചേട്ടയാണ് അന്ന് വർക്കിന് പോയി ചേട്ടയാണ് പൈസ എടുത്ത് 2 ദിവസം അന്ന് 2000 രൂപയ്ക്കാണ് റെന്റ് എടുത്തു തന്നെ. അപ്പൊ നമ്മൾ അവിടെ പോയി എല്ലാം സെറ്റ് ആകാൻ വേണ്ടിയിട്ടും ഒക്കെ അന്ന് നമുക്ക് എടുത്തു വന്നു വണ്ടി. പിന്നീടൊക്കെ ചേട്ടൻ അങ്ങനെ നമ്മുടെ കല്യാണത്തിന് ഗിഫ്റ്റ് അതെ ഇൻഡക്ഷൻ കുക്കർ അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ആ വ്യക്തിക്ക്. കാരണം അങ്ങനെ ഒരാളില്ലായിരുന്നെങ്കിൽ നമ്മള് ഇന്നിങ്ങനെ ഒരു ഇതിലോട്ട് നിൽക്കുന്നത്. നമ്മൾ ആദ്യത്തെ വാടക വീട് എടുത്തപ്പോഴും ആ ഒരു പ്രേതാലയം പോലെ കിടന്ന ഒരു വീട് ഒരു മലാകൂട് പോലെ ആക്കി തന്ന വ്യക്തിയാണ് ചേട്ടായി എല്ലാ രീതിയിലും കേട്ടോ. അപ്പൊ ചേട്ടായിക്ക് ചേട്ടായി നമ്മുടെ വേണം. പിന്നെ ചേട്ടായി ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അത് തന്നെ അതിലുപരി എന്റെ അച്ഛന്റെ പെങ്ങടെ മോനാണ് കേട്ടോ. 2ാമത്തെ പെങ്ങടെ മോനാണ്. അതിപ്പോ എന്റെ ചേട്ടൻ. ഞങ്ങൾക്ക് എന്തൊക്കെ ചേട്ടൻസ് ആണ് കേട്ടോ. പിന്നെ ചേട്ടായുടെ അടുത്താണ് കുഞ്ഞുങ്ങൾ എപ്പോഴും. ചേട്ടായിട്ട് ഏറ്റവും കൂടുതൽ 2 പേരും അറ്റാച്ച്ഡ് ഭയങ്കര ഇതാണ്. മാമൻ. അപ്പം അതുകൊണ്ട് ചേട്ടൻ ഇനിയിപ്പം ചേട്ടൻ എന്നാന്ന് വെച്ചാൽ നമ്മുടെ കൗണ്ടറിൽ ചേട്ടയായിരിക്കും നമ്മുടെ ഷോപ്പിൽ. ഇനിയിപ്പോ കൗണ്ടറിൽ പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ചങ്ങനാശ്ശേരിയിൽ നമ്മൾ ഹോം ഡെലിവറി തുടങ്ങുവാണ്. അപ്പൊ നമുക്ക് എല്ലാ വീടുകളിലും സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ എല്ലാം ഓൾ ഇൻ ഓൾ ആയിരിക്കും ചേട്ടായി. നമ്മുടെ ഒരു മാനേജർ അതൊക്കെ പറയാൻ വേണമെങ്കിൽ നമ്മുടെ ഷോപ്പിന്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ഞങ്ങൾ 2 പേരും ആ കൂട്ടത്തിലുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ എല്ലാ ടൈമിൽ നമ്മൾക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കാതെ ആ സമയത്ത് മാത്രം പല യാത്രകളും നമുക്ക് ദൂരോട്ടൊക്കെ പോകേണ്ടി വരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ വരുമ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറെ ഡിലേ വരുന്നുണ്ട് പല കാര്യങ്ങൾക്കും. അപ്പൊ അതൊക്കെ നിർത്താൻ ചേട്ടായും കൂടെ നമ്മളിൽ ഉപരി ചേട്ടായിക്കാണ് നമ്മൾ ബെറ്റർ ആയിട്ട് ഇരിക്കണം എന്നുള്ള നമ്മുടെ കട ഇങ്ങനെ ആക്കിയതിനകത്ത് നമ്മുടെ തലേദിവസം സബിന് രാഹുലിയായിട്ടായും അത് വാവച്ചി അപ്പൊ എല്ലാവരും നമ്മളെല്ലാവരോടെയാണ് ഈ ഒരു എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കിയത്. നമ്മളെ ലുലുമാൾ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഷോപ്പിനെ കളിയാക്കാറുണ്ട്. പക്ഷേ നമുക്കത് വലിയൊരു ഇത് തന്നെയാണ്. അതെ വലിയൊരു ഇത് തന്നെയാണ്. അത് നമ്മൾ ഒരുപാട് പേരെ കഷ്ടപ്പാടുണ്ട്. അതിലൊരാളാണ് രാഹുലിയായിട്ടായി. അപ്പം ചേട്ടായി നമ്മുടെ ഷോപ്പിന്റെ ഭാഗമായി ആവുകയാണ്. അപ്പം ചേട്ടായി ഇനിയിപ്പം നമ്മുടെ കൂടെ തന്നെ എപ്പോഴും കാണും കേട്ടോ. ഇനി എന്നും ഇവിടെ രാഹുലിയായിട്ടായും കാണും. അപ്പം അങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്. നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ കട ഈ 2025 കൂടി നമ്മുടെ കടയുടെ ഒരു മോശമായ മൊത്തത്തിൽ നമ്മൾ മാറ്റാൻ വേണ്ടി പോവുകയാണ്. എല്ലാ രീതിയിലും നമുക്ക് കുറെ കൂടെ ആളുകളിലോട്ട് നമ്മളെപ്പോഴും വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഇരിക്കാൻ നമുക്ക് പറ്റുകയില്ല. ഇനി നമ്മൾ ഷോപ്പിലോട്ട് കൂടുതലായിട്ട് ഞങ്ങൾ 2 പേരും ആക്റ്റീവ് ആവുകയാണ്. കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഷോപ്പിൽ അതിനാന്ന് വെച്ചാൽ നമുക്ക് കടയിൽ കുറച്ച് റിനോവേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ആമീസുകളിൽ അതായത് കുറച്ച് പുറകോട്ട് കുറച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം സ്പേസിന്റെ ഭാഗമായിട്ട് കുറച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ കുറച്ച് ദിവസമൊക്കെ ഇതായിരിക്കും. പിന്നെ ന്യൂ ഇയർ ആയിട്ട് നമുക്ക് വീഡിയോ ഇടാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു. എന്റെ നടുവിന് ഇപ്പം വേദനയാണ് ഭയങ്കരമായിട്ട്. അപ്പം അന്നൊക്കെ പറഞ്ഞ് നമ്മളെ അടിച്ചെന്നൊക്കെ പറഞ്ഞ് അന്ന് കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്തായാലും ആൻഡ്രോയിഡ് കുഞ്ചപ്പനിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ വീഡിയോ ഇടും. എന്തായാലും നമ്മളെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് മിണ്ടായിരിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മെയിൻ ചാനലിലും നമുക്ക് ന്യൂ ഇയർ പ്രമാണിച്ചുള്ള ഏറ്റവും ഹാപ്പി വീഡിയോ ഇനിയോ ഇതിനകത്ത് നല്ല സന്തോഷമായിട്ടുള്ള വീഡിയോസ് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ റിപ്ലൈ പറയേണ്ട കാര്യങ്ങളൊക്കെ അപ്പുറത്തെ ചാനലിൽ എന്തായാലും പറയുകയും ചെയ്യും കേട്ടോ. അത് അങ്ങനെ തന്നെ പോകത്തുള്ളൂ. അപ്പോൾ എന്തായാലും സന്തോഷം, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. നല്ലൊരു തുടക്കമാകട്ടെ. ഓരോ കാര്യങ്ങളും ഇങ്ങനെ തുടക്കം ന്യൂ ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും ഓരോ പുതിയ തുടക്കങ്ങളൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കും. അത് വിജയത്തിലോട്ട് എത്തട്ടെ എല്ലാവർക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക. നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം കൂടെ ഉണ്ടാകും കേട്ടോ. അപ്പം നമ്മള് ഇന്ന് നിങ്ങൾ ഒരു കമന്റ് കൂടെ ഇട്ടു. ഇന്നിപ്പം നിങ്ങൾ ഈ ഇടുന്ന കമന്റിന് നമ്മൾ ആ ഒരു സർപ്രൈസ് പൊട്ടിക്കുന്ന ദിവസം വലിയൊരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും. അതായത് നമ്മൾ വലിയൊരു സ്വപ്നത്തിന്റെ പുറകെയുള്ള ഓട്ടത്തിലാണ് ഇപ്പം. അതുകൊണ്ടാണ് നമുക്ക് 3-4 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. അപ്പം വലിയൊരു കാര്യത്തിന്റെ പുറകെയാണ് നമ്മളിപ്പോ. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വേണ്ട മാറ്റി വെച്ചിരുന്ന കാര്യമാണ്. അത് നമ്മൾ 2 ദിവസം വീഡിയോ ഇടാതെ വന്നപ്പോഴത്തേക്കും നമ്മൾ എവിടെയോ കയറി ഒളിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറെ റൂമേഴ്സ് ഒക്കെ ഇറക്കുന്നുണ്ട്. അത് നമ്മള് യൂട്യൂബിലില്ല. നമ്മള് പിന്നെ വീഡിയോ നമ്മൾ ആദ്യം ഫോണിൽ അങ്ങനെ വലിയ ഇല്ലായിരുന്നു. കാരണം നമ്മൾ ഈ ഒരു കാര്യത്തിന്റെ പുറകെയായിരുന്നു. ഒരുപാട് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പുറകെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുകയാണ്. അപ്പൊ ഇന്ന് കമന്റ് ഇട്ടോ എന്തുവാണ് ആ ഒരു സർപ്രൈസ് എന്ന് നിങ്ങൾ കമന്റ് ഇട്ടോ. ചേട്ടായി ഒരാഴ്ച വീട്ടിൽ പോയത് ഇവിടെ ഉണ്ടായിരുന്നു 24-ാം തീയതി വരെ. തിരിച്ചു ഒരാഴ്ച കൊണ്ട് ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആക്കി മുഴുവൻ ലോകം മുഴുവൻ മാറ്റിയെടുക്കുന്നു. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഒരു വിഷമമുള്ള കാര്യമുണ്ട്. അത് പിന്നീട് നമ്മൾ പറയാം.
എല്ലാ കാര്യങ്ങളും കുറച്ച് അതെ അതെ കുറച്ച് കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ട് ഇരിക്കട്ടെ, അത് പിന്നീട് എന്തായാലും നല്ലൊരു കാര്യമായിട്ട് നിങ്ങളിലോട്ട്. അതെ, നിങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാം ചെയ്യുന്നതിന് മുന്നേ പറയില്ലെന്നുള്ളത്. അത് നമ്മള് മനസ്സിലത് നല്ല രീതിയിൽ 2025 കൂടി അത് മനസ്സിലാക്കി കേട്ടോ. കാരണം നമുക്കത് മനസ്സിലായി ശരിക്കും ഒരുപാട് കാര്യങ്ങൾ വന്ന് മനസ്സിലായി. നമ്മൾ എടുത്ത് പറയുമ്പോൾ പല രീതിയിൽ പലർക്കും കൊണ്ടുവന്നുള്ളൂ. അതുകൊണ്ട് ചെയ്ത് കാണിക്കുന്നതല്ലേ കാര്യം. ഞാൻ അത് ചെയ്യുന്നു എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും കേട്ടോ. പിന്നെ ചില ആൾക്കാർ പറയുന്നത് കേട്ടു, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയാ സംസാരിക്കുന്നതെന്ന്. അത് ഞാൻ എന്റെ മുഖത്ത് നോക്കിയിരുന്നല്ല ഒരിക്കലും സംസാരിക്കും കേട്ടോ. ഞാൻ അവളുടെ കണ്ണുകളിൽ നോക്കിയിരുന്നിട്ടാണ് യൂട്യൂബ് തുടങ്ങിയ കാലം തൊട്ടിട്ട് ഞാൻ സംസാരിക്കുന്നത്. എന്നാലേ എനിക്ക് കോൺഫിഡൻസ് ഉള്ളൂ. അവൾ എന്റെ ഫേസിൽ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ഈ ഒരു ക്യാമറയിലോട്ട് നമ്മൾ അവളുടെ ഫേസിലോട്ട് നോക്കിയിരുന്നു. അതിനിടയ്ക്ക് നമ്മൾ ബാക്കി കാര്യങ്ങൾ എന്തുവാണ്, കുഞ്ഞു കരയുന്നുണ്ടോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. കടയിൽ ഫോൺ അപ്പുറത്തിരിക്കുന്നു, ചിലപ്പോൾ ഇതിൽ കോൾ വരും, ഏതിലാ കോൾ വരുന്നത്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോൺ ബെല്ലടിച്ചാൽ പോലും നമ്മൾ അങ്ങോട്ട് നോക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയുടെ ഇടയ്ക്കൂടെയും നമുക്ക് നടക്കണം. അപ്പം അങ്ങനെ പറഞ്ഞ കിനിയമ്മച്ചിയോട് പറയാനായിട്ടുള്ളത് അത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ ഇനിയിപ്പോ നമുക്ക് ന്യൂ ഇയർ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് കുറച്ച് വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ. ഭയങ്കര രസമാണ്, ഭയങ്കര എൻജോയ് ചെയ്ത, ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്രയും വലിയൊരു അത് ഭയങ്കര അത് പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് ഒരേ ഫാമിലിയിലുള്ള അതുപോലായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. അതിന് പ്രത്യേകിച്ച് അർജുൻ ചേട്ടനോടും അവരോട് എല്ലാവരോടും ട്രെയിനർമാരോടും എല്ലാവരോടും നന്ദി പറയുന്നു. ഷാർപ്പ് ഫിറ്റ്നസ് സ്റ്റുഡിയോ ചങ്ങനാശ്ശേരി കേട്ടോ. ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും ബെറ്റർ ജിമ്മാണ്. അപ്പൊ ഞാനിപ്പോ അവിടെയാണ് പോകുന്നത്. എനിക്കിപ്പോ 3ാമത്തെ ആഴ്ചയാണ്. അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. നമ്മളൊരു ഫീസ് എടുത്തിട്ട് തന്നെയാണ് അവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നല്ല ഭംഗിയായിട്ട് എല്ലാം പറഞ്ഞു തന്ന് എന്താ നമ്മുടെ ഒരു സഹോദരനായിട്ട് കണ്ടു തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അത് അവിടെ ഉള്ള എല്ലാവരെയും കേട്ടോ, എല്ലാവരെയും ചെയ്യുന്ന പോലെ പെൺകുട്ടികളുണ്ട്. എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോകും. നല്ല ഭംഗിയായിട്ട് നല്ല അടിപൊളി ജിമ്മ്. അപ്പൊ നമുക്ക് ജിമ്മിലെ കുറച്ച് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അതെ, അപ്പൊ എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. പിന്നെ ആൻഡ്രോയിഡ് കുഞ്ചപ്പനി മിനി എന്ന് പറയുന്ന വ്യക്തിക്കും റാണി പി സദാശിവനുള്ള വ്യക്തമായിട്ടുള്ള മറുപടി അതിനകത്ത് വരുന്നുണ്ട്. റാണി നമ്മളെ തല്ലിയോ, എത്ര ദിവസം ആശുപത്രിയിൽ കിടന്നു, അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നടുവേന ഉണ്ട്. അപ്പൊ അതെല്ലാം അതിനകത്ത് വരും കേട്ടോ. അതിനകത്തൂടെ പറയാം. പിന്നെ ആൻഡ്രോയിഡ് കുഞ്ചപ്പനിൽ ഇടുന്നോണ്ട് എന്ന് വിചാരിക്കില്ല. അത് നമ്മുടെ സെക്കൻഡ് ചാനലാണ്. എനിക്ക് വേണ്ടി തുടങ്ങി തന്നുള്ളൂ. അതിനകത്ത് എന്റെ വീഡിയോസും വന്നിട്ടുണ്ട്. പിന്നെ മെയിൻ ചാനൽ നമുക്ക് ഇത് അങ്ങനത്തെ കണ്ടന്റ് ഇടാൻ നമുക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തൊരാളോട് നമുക്ക് പറയാം. നമ്മുടെ ചാനൽ മെയിൻ ചാനൽ VRL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സന്തോഷത്തിന് വേണ്ടി തുടങ്ങിയ ഒരു ചാനലാണ്. അതിനകത്ത് പിന്നീട് നമുക്ക് വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ പറയേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്കത് ആഗ്രഹിക്കുന്നില്ല. ഈ 2025 കൂടിയാലും ഇത് ക്ലോസ് ചെയ്യണം ഇവിടെ. പക്ഷെ അവിടെ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും സൈലന്റ് ആയി പോകുമ്പോഴത്തേക്കും നമ്മൾ പേടിച്ചിട്ടാണ് മിണ്ടാതിരിക്കുന്നതെന്നുള്ള ഒരു ഇതാണ്. നമ്മളിപ്പോ നമ്മളാണേലും ഒരു പരിധി ഉണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നതിനും എല്ലാ കാര്യങ്ങൾക്കും. അപ്പൊ അതുകൊണ്ട് മറുപടി പറയേണ്ട സമയത്ത് നമ്മൾ പറയുക തന്നെ ചെയ്യണം. സംസാരിക്കാതിരിക്കുമ്പോ അവിടെ അതെ. അപ്പൊ അത് ആ ചാനലിൽ കൂടെ എന്തായാലും സംസാരിക്കും. അതിപ്പോ എനിക്ക് സംസാരിക്കാനുള്ളതാണെങ്കിൽ ഞാൻ സംസാരിക്കും, അവർക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ അവള് സംസാരിക്കും കേട്ടോ. അപ്പൊ അത് നമ്മുടെ ആൻഡ്രോയിഡ് വിജയപ്പനിൽ അത് പോട്ടെ. അങ്ങനെയും പോവാണെങ്കിൽ അങ്ങ് പോട്ടെന്നേ. അപ്പൊ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ബാക്കി ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പം കൊച്ചപ്പുറത്ത് കരയുന്നുണ്ട് കേട്ടോ, ചേച്ചി കരയുന്നുണ്ട്. അപ്പൊ നേരെ വീഡിയോ കിട്ടും. ഭയങ്കര വലിയ ഓവർ കോൺഫിഡൻസ് നിപ്പുണ്ട് ഇപ്പൊ തോക്കുന്നുണ്ട്. So let's begin. Ready? 1, 2, 3. Start. Okay, go to the കുറച്ച് പൊക്കത്തിൽ തട്ടാം. അതെ കുറച്ച് പിന്നെ ആവേശം മനസ്സിലാണ് നടക്കുന്നത്. കപ്പില്ല, ആ കിണറ്റിലെ കപ്പെടുത്തോളൂ. ഈ ഗെയിം ജയിച്ചിരിക്കുകയാണ്. 1 മിനിറ്റ് 18
അയ്യേ അയ്യേ പൊക്കോ പൊക്കോ പൊക്കോ. പോയി അടിപൊളി സൂപ്പർ ആയിരുന്നു. തട്ട് തട്ടിക്കൊണ്ട് ബാലൻസ് ചെയ്ത് ഓക്കെ ബലൂൺ പോയിരിക്കുകയാണ്. ഇവിടെ തട്ടണേ. അൺഫോർച്ചുനേറ്റ്ലി നന്നായിട്ട് കളിക്കുന്ന ചേച്ചി ഇത് കള്ളക്കളിയാ. ഈ കള്ളക്കളി 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 കള്ളക്കളി. തട്ട് അവിടെ ഡിസ്ക്വാളിഫൈ ആണ്. അപ്പൊ ചേച്ചിയാണെങ്കിൽ ട്രെയിനേഴ്സ് തമ്മിലുള്ള മത്സരമാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. യേശുവിന്റെ ഫാൻസ് എവിടെ? ടീച്ചറുടെ ഫാൻസ് എവിടെ? അമ്മാവിന്റെ ഫാൻസ് എവിടെ? ഓക്കേ ഗൈസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ട്ടോ. ആരാ പോയിട്ടുള്ളത്? ഓക്കേ, മൂന്നുപേരും റെഡിയാണോ? യേശു റെഡിയല്ലേ? മൂന്നുപേരും സീരിയസ് കേസസ് ആയിരുന്നു. ഇത്രയും നേരം സീരിയസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. റെഡിയല്ലേ? 3, 2, 1 ആൻഡ് സ്റ്റാർട്ട്. എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക പ്ലീസ്. ഓക്കെ, അപ്പുറം പോയി. ഒരു കപ്പിന്റെ ചെറിയ വ്യത്യാസം മാത്രമേ കിട്ടിയോ?
knees. Cool. ചേട്ടൻ കുറച്ച് And ഫോട്ടോ jump. How